ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ.സി.ബി.സി. ക്രൈസ്തവരോട് സൗഹൃദം കാണിക്കുമ്പോഴും ശത്രുതാപരമായ നീക്കങ്ങൾ ബി.ജെ.പി തുടരുന്നുവെന്ന് കെ.സി.ബി.സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി. ദീപിക പത്രത്തിലെഴുതിയ ലേഖനത്തിലാണ് ബി.ജെ.പിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ക്രൈസ്തവരുമായി അടുക്കാനുള്ള നീക്കങ്ങളെ സഭ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്നുൾപ്പെടെ സംഘടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ബി.ജെ.പിയുടെ ഇരട്ടമുഖം ചൂണ്ടിക്കാട്ടി കെ.സി.ബി.സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആഞ്ഞടിച്ചത്. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് പിന്നിൽ ബി.ജെ.പിയും സംഘപരിവാറുമാണെന്ന് ദീപിക പത്രത്തിലെഴുതിയ ലേഖനത്തിൽ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി വ്യക്തമാക്കുന്നു. 10 വർഷം മുമ്പുണ്ടായതിനേക്കാൾ 5 ഇരട്ടി അതിക്രമം ഇപ്പോൾ നടക്കുന്നു. കൂടാതെ ആൾക്കൂട്ട ആക്രമണങ്ങൾ, കള്ളക്കേസുകളിൽപ്പെടുത്തൽ, ദേവാലയങ്ങൾ നശിപ്പിക്കൽ, ആരാധനയും വേദോപദേശ ക്ലാസുകളും തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള അതിക്രമങ്ങൾ വ്യാപകമായി നടക്കുന്നത് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ഇനി മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടെ ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തീവ്ര ഹിന്ദു സംഘടനകളാണെന്നും ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി ലേഖനത്തിൽ പറയുന്നു. ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത കേരളത്തിൽ നിലയുറപ്പിക്കുന്നതിനായി ക്രൈസ്തവ സഭകളുമായി സമവായത്തിലെത്താൻ ഊർജിത ശ്രമം നടക്കുന്നുണ്ടെങ്കിലും സഭകൾ അതിനെയൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി വ്യക്തമാക്കുന്നു. മണിപ്പൂരിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയെക്കുറിച്ചും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഗോത്രകലാപത്തിൻ്റെ മറപിടിച്ച് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അവിടെ ആസൂത്രിതമായി നടപ്പിലാക്കിയതെന്നും ചൂണ്ടിക്കാട്ടുന്നു. സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങൾ നിരന്തരം ക്രൈസ്തവ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്നൊരുക്കുമ്പോൾ RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ ക്രിസ്തുമസിനെ അവഹേളിച്ചതായും ലേഖനത്തിൽ പറയുന്നു. ഇത്തരം വൈരുദ്ധ്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ദീപികയിലെ ലേഖനത്തിൽ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി വിശദീകരിക്കുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.